ലൈംഗിക ആരോപണം ഉയർന്നു, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. അതിനൊക്കെ പിന്നാലെ എത്ര കാര്യങ്ങൾ. അപ്പോൾ എന്ന് രാഹുൽ മാങ്കോട്ടത്തിൽ പാലക്കാട് എത്തും എന്നുള്ള ചോദ്യമായിരുന്നു ഇത്രയും കാലം ഉയർന്നു നിന്നത്. രാഹുൽ മാങ്കോട്ടത്തിൽ അങ്ങനെ പാലക്കാട് എത്തിയിട്ടുണ്ട്. അപ്പോൾ പാലക്കാട്ടെ രാഷ്ട്രീയ സാഹചര്യം എന്താണ് എന്ന് നോക്കിയാൽ പാലക്കാട് എത്തിയ രാഹുൽ മാങ്കോട്ടത്തിനെ അങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. ബെന്നി ബെഹനാൻ MP ചേർത്ത് പിടിച്ചപ്പോൾ DCC പ്രസിഡന്റായ A തങ്കപ്പൻ കൈകൊടുത്ത് സ്വീകരിച്ചിട്ടുണ്ട്. ജില്ലയുടെ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറി മുത്തലിബ് രാഹുലുമായി ദീർഘ സംഭാഷണവും നടത്തി. നിർവാഹക സമിതി അംഗമായ C ചന്ദ്രനും ഒപ്പമിരുന്നു. അങ്ങനെ ചേർത്ത് പിടിച്ചതിന്റെ ദൃശ്യങ്ങളാണ് ഇതാ ഇപ്പോൾ കാണുന്നത്. സ്വാഭാവികമായിട്ടും അത് കഴിഞ്ഞാൽ ചോദ്യം വരും. അതിൽ പ്രതികരണവും ഉണ്ടായിട്ടുണ്ട്. താൻ കൈകൊടുത്തു, അതിൽ എന്താണ് തെറ്റ് എന്നാണ് DCC പ്രസിഡന്റായ തങ്കപ്പൻ ചോദിക്കുന്നത്. മറ്റു പാർട്ടിക്കാരെ കണ്ടാലും സംസാരിക്കും എന്നും കൂടി ഒന്ന് കൂട്ടിച്ചേർത്തിട്ടുണ്ട്, ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. ഗോകുൽ VS പാലക്കാട് നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുലെ, സസ്പെൻഷനൊക്കെ കൊടുത്ത് എന്ന് വെച്ച് ഞങ്ങൾക്കങ്ങ് രാഹുൽ മാങ്കൂട്ടത്തിനെ മറക്കാനാകുമോ എന്നല്ലേ ചോദിക്കുന്നത് അവരോരോരുത്തരും? തീർച്ചയായും. അതായത് രാഹുൽ പാലക്കാട് എത്തിയപ്പോൾ തന്നെ രാഹുലിനോടൊപ്പം യൂത്ത് കോൺഗ്രസിന്റെയും KCയുടെയും ഒക്കെ പ്രവർത്തകരുണ്ടായിരുന്നു. അവരെല്ലാം രാഹുലിനെ ചേർത്ത് പിടിച്ചോ അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്ന കാര്യം തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു. കാരണം നിഖിൽ കണ്ണാടിയും അതോടൊപ്പം തന്നെ പ്രക്ഷോഭവുമാണ് ഒപ്പം ഉണ്ടായിരുന്നത്. നിഖിൽ കണ്ണാടി KSU ജില്ലാ പ്രസിഡന്റാണ്. അപ്പോൾ അത്തരത്തിലുള്ള നേതാക്കൾ ഉണ്ടായിരുന്നു. അതിനുശേഷം രാഹുൽ ഒരു ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ അവിടെ രാഹുലിനെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ബെന്നി ബെഹനാൻ അദ്ദേഹത്തിനെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയും അതോടൊപ്പം തന്നെ DCC പ്രസിഡന്റ് A തങ്കപ്പൻ കൈ കൊടുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. രാഹുലുമായി ദീർഘ സംഭാഷണം നടത്തുകയാണ് ജില്ലയുടെ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറി മുത്തലിബ് ചെയ്തത്. ഏതായാലും ഈ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് രാഹുലിന്റെ ഒരു പിന്തുണ ഉണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഈ വിഷയത്തിൽ A തങ്കപ്പന്റെ പ്രതികരണം തേടിയിരുന്നു. രാഹുലിനെ മരണ വീട്ടിൽ വെച്ച് താൻ കൈ കണ്ടപ്പോൾ കൈ കൊടുത്തതാണ്, അതിലെന്താണ് തെറ്റ്? മറ്റു പാർട്ടിക്കാരെ കണ്ടാലും എന്താണ് തെറ്റ്? ചേർത്ത് പിടിച്ചാൽ കൈ കൊടുത്താൽ എന്താണ് തെറ്റ് എന്നാണ് കോൺഗ്രസ് നേതാക്കളൊക്കെ ചോദിക്കുന്നത്. സസ്പെൻഷൻ ഒക്കെ ഉണ്ട് എന്നും പറഞ്ഞ് ഞങ്ങൾക്ക് അങ്ങനെ മാറ്റി നിർത്താൻ പറ്റുന്ന ആളല്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള ധ്വനിയാണ് അതിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ ആരോപണത്തിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ പൊതുരംഗത്തൊക്കെ സജീവമാകും എന്നുള്ള കാര്യവും ഉറപ്പാണ്.